നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ഗുരുവായൂർ മാവിൻ ചുവട്ടിൽ KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 17 പേർക്ക് പരിക്ക്. തൃശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസും ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നിരുന്ന മിനി ടൂറിസ്റ്റ് ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കുന്നുംകുളം കക്കാടമ്പലത്തിന് സമീപത്തെ കാർ AC സർവീസ് സെന്ററിൽ നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. ഇന്നലെയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. ആവേശം മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപിനെതിരെ പോലീസ് കേസെടുത്തു. IPC 151 വകുപ്പ് പ്രകാരം കേസെടുത്ത ശേഷം അനൂപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്തിനകത്ത് കത്ത് നൽകി. കൊരട്ടി പഞ്ചായത്ത് തിരുമുടിക്കുന്നിൽ കനാൽ ബണ്ട് റോഡാണ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യം ഉയരുന്നത്. ജനവാസ മേഖലയിൽ ചീങ്കണ്ണി കുഞ്ഞിനെ കണ്ടത് ആശങ്ക പരത്തി. അതിരപ്പള്ളി വെറ്റിലപ്പാറ ജംഗ്ഷൻ സമീപം തോട്ടിലൂടെയാണ് കുഞ്ഞുങ്ങൾ ജനവാസ മേഖലയിൽ എത്തിയത്. അന്നമനട മേലടൂരിൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മേലടൂർ മൂഴിക്കൽ അപ്പുനായറാണ് ഇന്ന് മരിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവർ മാള പരനാട്ടുകുന്ന് സ്വദേശി അസസ് ഖാൻ അപകടത്തിൽ തന്നെ മരിച്ചിരുന്നു. മാള അരവിന്ദൻ 9ാം ചരമവാർഷികവും അനുസ്മരണവും ആദരവും അരവിന്ദ സ്മരണ മെയ് 18 ശനിയാഴ്ച നടത്തുമെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ തീർത്ഥാടന ദേവാലയത്തിൽ ഞായറാഴ്ച പ്രദേശത്തെ യുവജനങ്ങൾക്കായി ഏകദിന യുവജന സംഗമം സംഘടിപ്പിക്കുമെന്ന് വികാരി ഫാദർ ജോൺസൺ പങ്ക്യത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൂപ്പത്തി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. പൂപ്പത്തി വ്യാപാര ഭവന് ഹാളിൽ നടന്ന യോഗം KVVS ജില്ലാ ജനറൽ സെക്രട്ടറി PV വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സബ്കാർ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. മാള ലയൺസ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് ലയൺസ് മൾട്ടിപ്പിൾ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹായത്തോടെ നിർമ്മിച്ച 5 ഭവനങ്ങളുടെ താക്കോൽ ദാനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.